സമാനതകളില്ലാത്ത കാഴ്ചകളാണ് 2016 കായിക രംഗം ലോകത്തിന് നൽകിയത്. വാഴ്ചയും വീഴ്ചയുമെല്ലാം സമ്മാനിച്ചു കൊടിയിറങ്ങിയ മഹാമേളകൾ. ചിലർ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഓടിക്കയറിയപ്പോൾ മറ്റു ചിലർ പാതാളത്തോളം താഴ്ന്നു. സ്വാഗതം റീപ്ലേ 2016ലേക്ക്. റിയോ ഒളിമ്പിക്സ് ആണ് 2016 അരങ്ങേറിയ ഏറ്റവും വലിയ കായിക മാമാങ്കം. അമേരിക്ക ഒരിക്കൽ കൂടി ലോകത്തിനു മുകളിലേക്ക് ഓടിക്കയറിയപ്പോൾ ഉസൈൻ ബോൾട്ടും മൈക്കൽ ഫെൽപ്സും വീണ്ടും വിസ്മയങ്ങളായി. ആശങ്കയോടെയാണ് കാൽപന്തിന്റെ നാട്ടുകാർ ലോക കായിക മാമാങ്കമായ ഒളിമ്പിക്സിനെ വരവേറ്റത്. എന്നാൽ ഫുട്ബോളിൽ ഒളിപ്പിക്കാനുള്ള സാമ്പാ സൗന്ദര്യത്തോടെ ബ്രസീലുകാർ ഒളിമ്പിക്സ് ഉത്സവമാക്കി. രാജ്യങ്ങളിൽ നിന്നുള്ള 11,000-ഓളം താരങ്ങളാണ് റിയോ ഡി ജനീറോയിൽ പുതിയ വേഗവും ദൂരവും ഉയരവും തേടി മാറ്റുരച്ചത്. ബാര, മാരക്കാന, കോപ്പാകബാന, ദിയോഡോറ എന്നീ വേദികളിലായിരുന്നു മത്സരം. പതിവ് പോലെ ട്രാക്കിൽ ജമൈക്കൻ സ്പ്രിന്റർ ഉസൈൻ ബോൾട്ട് വേഗത്തിന്റെ പര്യായം താൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു. ഒളിമ്പിക് സ്പ്രിന്റിൽ ട്രിപ്പിൾ എന്ന അസൂയാവഹമായ നേട്ടവുമായാണ് ബോൾട്ട് ഒളിമ്പിക്സിനോട് വിട പറഞ്ഞത്. നീന്തൽക്കുളത്തിലെ സുവർണ മത്സ്യം മൈക്കൽ ഫെൽപ്സിന്റെയും അവസാന ഒളിമ്പിക്സ് ആയിരുന്നു ഇത്. 5 സ്വർണവും 1 വെള്ളിയുമായി മനുഷ്യായുസിൽ നേടാനുള്ളതൊക്കെ സ്വന്തമാക്കി അമേരിക്കക്കാരൻ ഇതിഹാസപട്ടം അരക്കിട്ടുറപ്പിച്ചു. പ്രായത്തെ വെല്ലുന്നതായിരുന്നു ബ്രിട്ടീഷ് താരം മോ ഫറയുടെ പ്രകടനം. 5000 മീറ്ററിലും 10,000 മീറ്ററിലും അനായാസം സ്വർണം കണ്ടെത്തിയ ഫറയെ വെല്ലാൻ എതിരാളികൾ ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു. ജോസഫ് സ്കോളിംഗ്, കാത്തി ലെഡേക്കി, സിമോണ ബെയിൽസ് 31ാമത് ഒളിമ്പിക്സിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ചവർ ഏറെയാണ്. റിയോ ഒളിമ്പിക്സ് ഇന്ത്യക്ക് നിരാശയുടേതായിരുന്നു. 120 കോടി ജനങ്ങളുടെ പ്രാർത്ഥനയുമായി ഇറങ്ങിയവർക്ക് ലക്ഷ്യം പിഴച്ചപ്പോൾ PV സിന്ധുവിലൂടെയും സാക്ഷി മാലിക്കിലൂടെയും രാജ്യം അഭിമാനം കാത്തു. പേരുകേട്ടവർ വീണപ്പോൾ അവസാന ദിനങ്ങളിലെ പെൺകരുത്തുകൊണ്ട് ഇന്ത്യ വെറും കൈയോടെ മടങ്ങിയില്ല. സൂചനാ പട്ടികയിൽ പോലും ഇല്ലാതിരുന്ന ഗുസ്തിക്കാരി സാക്ഷി മാലിക്കും ബാഡ്മിന്റൺ താരം PV സിന്ധുവും പൊടുന്നനെ ഇന്ത്യയുടെ ഐക്കണുകളായി മാറിയത് കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ജീവൻ പണയം വെച്ച് പ്രൊഡുനോവയിലൂടെ ദീപ കർമാക്കർ ജിംനാസ്റ്റിക്കിൽ നേടിയ 4ാം സ്ഥാനത്തിനും മെഡൽ തിളക്കമുണ്ടായിരുന്നു. പ്രശസ്ത കായിക നിരൂപകനായ ബോറിയ മജുംദാറിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ പ്രശ്നം നല്ലൊരു കായിക സംസ്കാരമില്ലാത്തതാണ്. അസാമാന്യ കഴിവുള്ളവരുടെ അതിമാനുഷിക പ്രകടനത്തിലൂടെയാണ് ഇന്ത്യ പലപ്പോഴും മെഡൽ നേടാറുള്ളത്. സമ്പന്ന കായിക സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ മെഡൽ പട്ടികയിൽ തലയുയർത്തി തന്നെ നിൽക്കാമായിരുന്നു രാജ്യത്തിന്. 117 പേരടങ്ങുന്ന സംഘമുണ്ടായിരുന്നു ഇന്ത്യക്ക് റിയോയിൽ മത്സരിക്കാൻ. താരതമ്യം എല്ലായ്പ്പോഴും ഇഷ്ടപ്പെടുന്ന ഇന്ത്യക്കാർ ലണ്ടനിലെ 6 മെഡലുകൾ റിയോയിൽ ഇരട്ടിയാക്കുമെന്ന് പ്രവചിച്ചു നടന്നു. എന്നാൽ 6 എണ്ണം 2ലേക്ക് ചുരുങ്ങിയെന്ന് മാത്രമല്ല, കൊട്ടിഘോഷിക്കപ്പെട്ട പല ഇനങ്ങളിലും ഇന്ത്യ ഏറെ പിന്നോക്കം പോയി. അഭിമാനകരമായ നേട്ടങ്ങൾ ഏറെ ഉണ്ടായിരുന്ന ഷൂട്ടിംഗ് ആണ് തീർത്തും നിരാശപ്പെടുത്തിയത്. അഭിനവ് ബിന്ദ്രയും ഗഗൻ നരംഗും ജിത്തു റായും ഹീന സിദ്ധുവുമെല്ലാം ലക്ഷ്യം മറന്നപ്പോൾ ഷൂട്ടിംഗ് സംഘം ഓർക്കാനൊന്നുമില്ലാതെ തല താഴ്ത്തി. മെഡൽ ഉറപ്പിച്ചിരുന്ന അമ്പെയ്ത്തുകാർക്കും റിയോയിൽ പക്ഷേ ഉന്നമില്ലായിരുന്നു.
വിജേന്ദർ സിംഗിന്റെ പിന്മുറക്കാരായി എത്തിയവർക്ക് ഇടികിട്ടിയതോടെ ബോക്സിംഗ് റിംഗ് നിരാശയുടേതായി. PR ശ്രീജേഷിന്റെ ഹോക്കി ടീം മെഡൽ പ്രതീക്ഷ നൽകിയിരുന്നതാണ്. പക്ഷേ പോരാട്ടം ക്വാർട്ടർ ഫൈനലിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. പേസിനെ പോലെ ഒളിമ്പിക്സ് അനുഭവവും സാനിയയെ പോലെ ലോകപരിചയവും ഉള്ള താരങ്ങളുണ്ടായിട്ടും ടെന്നീസ് കോർട്ടിലെ പ്രകടനങ്ങളും ഓർക്കപ്പെടാതെ പോയി. അത്ലറ്റിക്സ് മെഡൽ സ്വപ്നമാണെന്നിരിക്കെ ലളിത ബാബറുടെ ഫൈനൽ പ്രവേശം ഇന്ത്യക്ക് ആശ്വസിക്കാനുള്ള വകയാണ് നൽകിയത്. ഒപ്പം ഇന്ത്യക്കാർക്ക് അധികം പരിചയമില്ലാത്ത ഗോൾഫിൽ ഫൈനലിലേക്ക് മുന്നേറിയ അതിഥി അശോകും ടോക്കിയോവിലേക്കുള്ള പ്രതീക്ഷയായി. ഫുട്ബോൾ ലോകവും 2016 സമ്പന്നമായിരുന്നു. യൂറോ കപ്പിൽ പോർച്ചുഗലിൻ്റെ മുന്നേറ്റവും നൂറ്റാണ്ടിൻ്റെ കോപ്പയിലെ മെസ്സിയുടെ കണ്ണീരും 2016 മറക്കാനാവാത്ത കാഴ്ചകളായി. ഒപ്പം പ്രീമിയർ ലീഗ് കിരീടം ചൂടിയ ലെസ്റ്റർ സിറ്റി ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നും സ്വന്തമാക്കി. ഒടുവിൽ ഭാഗ്യം പറങ്കിപ്പടയ്ക്കൊപ്പം നിന്നു. പകരക്കാരനായി ഇറങ്ങിയ എഡറിന്റെ ഗോളിലൂടെ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും ആദ്യമായി യൂറോ കപ്പ് ഉയർത്തി. കളത്തിൽ കപ്പിത്താനില്ലാതെയാണ് പോർച്ചുഗൽ കിരീടത്തിൽ മുത്തമിട്ടത്. മത്സരത്തിനിടെ പരിക്കേറ്റ് കരഞ്ഞുകൊണ്ട് കളം വിട്ട ക്രിസ്ത്യാനോ റൊണാൾഡോ യൂറോയുടെ നൊമ്പരമായിരുന്നു. എന്നാൽ വിധി കാത്തുവെച്ച അവസാന ചിരിയും റൊണാൾഡോയുടേതായി. ചിരിച്ചിരിച്ച നൂറ്റാണ്ടിന്റെ കോപ്പയിൽ ഫുട്ബോൾ ലോകം കരഞ്ഞു. ഇതിഹാസത്തിൽ നിന്നും ദുരന്ത നായകനിലേക്കുള്ള ലയണൽ മെസ്സിയുടെ വീഴ്ചയ്ക്ക് ഈ ഒരു പെനാൽറ്റി കിക്കിന്റെ ദൈർഘ്യമേ ഉണ്ടായിരുന്നുള്ളൂ. കുമ്മായവരെയുമായി കാൽപന്തിൽ വിസ്മയങ്ങൾ ഒളിപ്പിച്ച കുറിയ മനുഷ്യന് അവസാന ചുവടിൽ കാലിടറി. കലാശപ്പോരിലെ വിധി പിശാചിന്റെ രൂപത്തിൽ ഒരിക്കൽ കൂടി അർജന്റീനയെ പിന്തുടർന്നപ്പോൾ 4-2 ചിലി നൂറ്റാണ്ടിന്റെ കോപ്പയിൽ മുത്തമിട്ടു. ാം മിനിറ്റിൽ ഈഡൻ ഹസാർഡിന്റെ കാലുകളിൽ നിന്ന് ചീറിപ്പാഞ്ഞ പന്ത് ടോട്ടനത്തിന്റെ വല കുലുക്കിയപ്പോൾ ഇങ്ങ് ലെസ്റ്റർ സിറ്റിയുടെ കൂടാരത്തിൽ ആഹ്ലാദ തിമർപ്പിന്റെ കാഹളം മുഴങ്ങുകയായിരുന്നു. ഉയർച്ചകളും പതനങ്ങളും കണ്ട ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ഒരു വർഷം കൊണ്ട് ലെസ്റ്റർ സിറ്റി എന്ന കുഞ്ഞൻ ടീം മറ്റൊരു ചരിത്രം തീർത്തു. കഴിഞ്ഞ സീസണിലെ 16ാം സ്ഥാനത്തു നിന്ന് 1ാം സ്ഥാനത്തേക്കുള്ള ഒരു അവിശ്വസനീയമായ കുതിപ്പ്. ഫുട്ബോളിന്റെ അപ്രവചനീയത വിളിച്ചോതിയ കുതിപ്പ്. ജാമി വാർഡിയും റിയാദ് മെഹ്റസും മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ മാഞ്ചസ്റ്റർ ടീമുകൾക്കും ചെൽസിക്കും ഗണ്ണേഴ്സിനുമെല്ലാം ലെസ്റ്ററിനെ കുറുനരികൾക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു. 36 കളികളിൽ നിന്ന് വമ്പന്മാരെ അരിഞ്ഞു വീഴ്ത്തിയ 22 വിജയം, പൊരുതി നിന്ന 11 സമനില, വെട്ടേറ്റു വീണ 3 തോൽവി. 2 മത്സരം ശേഷിക്കെ തന്നെ ലെസ്റ്റർ സിറ്റി ഇംഗ്ലണ്ട് എന്ന വലിയ സാമ്രാജ്യത്തിന്റെ അധിപന്മാരായി. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ മുട്ടുകുത്തിച്ച് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത 2ാം തവണയും കിരീടം സ്വന്തമാക്കി. ഒഴുകിയെത്തിയ 50,000-ഓളം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശരാക്കി പെനൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു കൊൽക്കത്ത വിജയവും കിരീടവും നേടിയത്.